എൻ്റെ പേര് റീന എന്നാണ്. എൻ്റെ സ്ഥലം എരമംഗലം ബാലുശ്ശേരി കോഴിക്കോടാണ്. എൻ്റെ മകൻ്റെ പേര് അഖിൽ. 2023 ഞാൻ ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുത്ത് ഫസ്റ്റിലത്തെ ഉടമ്പടി പുതുക്കലിന് ഇവിടെ അമ്മ മാതാവിൻ്റെ അരികിൽ വന്ന് പ്രാർത്ഥിച്ച് എൻ്റെ കുഞ്ഞിന് ഒരു വൈകല്യമുള്ളൊരു മാനസിക വെല്ലുവിളി നേരിടുന്നൊരു കുഞ്ഞായതുകൊണ്ട് അവനെ വെച്ച് ഒരുപാട് ഞാൻ പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയിൽ എൻ്റെ മകൻ 2023 ഞാനെടുത്തു. 24 അവന് ഉടമ്പടി എടുക്കണമെന്ന് പറഞ്ഞ് അവനും ഉടമ്പടി എടുത്തു. അവന് ഒരു ജോലി വേണമെന്നുള്ള ഒരു അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. അമ്മ മാതാവിനോട് എന്നും ഞാൻ നിലവിളിച്ചു പ്രാർത്ഥിച്ചു, എൻ്റെ കുഞ്ഞിനൊരു ജോലി വേണമെന്ന്. അവനും പ്രാർത്ഥിച്ചു. അവനൊരു ULC ഓഫീസിൽ ഒരു ഊരാളുങ്കലിൽ അവനൊരു ജോലി കിട്ടി. അത് എനിക്ക് അതിയായ അമ്മ തന്ന ഒരു കോടാനുകോടി പുണ്യം ആണ്. എൻ്റെ കുഞ്ഞിന് നല്ല ജോലി തന്നെയാണ്. മാസം 20,000 രൂപ സാലറി കിട്ടുന്ന ഈ ജോലി അമ്മ മാതാവും കർത്താവായ ഈശോയും തന്ന ഒരു അനുഗ്രഹമാണ് എനിക്ക്. എൻ്റെ ഹസ്ബൻഡ് 2019 മരിച്ചു. 2 പെൺമക്കളും ഈ സുഖമില്ലാത്തൊരു മകനുമായിരുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്യണമെന്നുള്ള ഇതിലായിരുന്നു ഞാൻ നടന്നത്. പക്ഷേ എനിക്ക് ഇവിടെ വന്ന് അമ്മയുടെ അരികിൽ നിന്ന് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷമാണ് എനിക്ക് എല്ലാം നേരിടാനുള്ള ഒരു ശക്തിയും ധൈര്യവും എല്ലാം എനിക്ക് ഇവിടെ നിന്ന് കിട്ടിയൊരു അനുഗ്രഹമാണ്. എന്തു നേരിടാനുള്ളൊരു ധൈര്യം, എന്തു പറഞ്ഞാലും ഞാൻ നിലവിളിക്കുമായിരുന്നു. പക്ഷേ എനിക്കിപ്പോൾ എന്തു നേരിടാനുള്ളൊരു ശക്തി. ഞാൻ ലൈസൻസ് എടുത്തു, ഒറ്റയ്ക്ക് വണ്ടി ഓടിച്ച് എല്ലാ സ്ഥലത്തും ഞാൻ ധൈര്യത്തിൽ ഓടിച്ച് കോഴിക്കോട് എല്ലാ സ്ഥലത്തും ഞാൻ പോയി. പക്ഷേ എൻ്റെ ഹസ്ബൻഡിൻ്റെ വേക്കിലിരിക്കാൻ എനിക്ക് പേടിയായിരുന്നു. ഇവിടെ വന്ന് ഈ മാതാവിൻ്റെ അടുത്ത് നിന്ന് ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷമുള്ള ഈ അത്ഭുതം ഒരിക്കലും എല്ലാവർക്കും, നാട്ടുകാർക്കും വീട്ടുകാർക്കും എല്ലാവർക്കും ഇതെന്താണ് നിനക്ക് ഇത്ര തൻ്റെ ഇടം എന്നതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് എൻ്റെ അമ്മ തന്ന ഒരു അനുഗ്രഹമാണ്, മാതാവ് തന്ന അനുഗ്രഹം, ഈശോ തന്ന ഒരു അനുഗ്രഹം. വലതും ഇടതും എൻ്റെ കൂടെയുണ്ട്. എനിക്ക് ആരുമില്ലെങ്കിലും എനിക്ക് എൻ്റെ മാതാവുണ്ട്. എൻ്റെ കർത്താവായ ഈശോ വലതുഭാഗത്തും ഇടതുഭാഗത്ത് എൻ്റെ അമ്മ മാതാവുമുണ്ടെന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് ഞാൻ ഇപ്പോൾ എന്തും നേരിടാനുള്ള ഒരു ശക്തിയും തൻ്റെ ഇടവും ധൈര്യവും എനിക്ക് കിട്ടിയത്. ഇപ്പോൾ എനിക്ക് മെഡിക്കൽ കോളേജിൽ ഒരു ലോണ്ടറി തസ്തികയിൽ ഒരു ജോലി കിട്ടി. 4ാമത്തെ ഉടമ്പടി പുതുക്കലിനാണ് എനിക്ക് ഈ ലോണ്ടറി തസ്തികയിൽ എനിക്ക് ഈ ജോലി കിട്ടിയത്. ഒരിക്കലും 47ാമത്തെ വയസ്സിൽ ഈ ഗവൺമെൻറ് ജോലി എനിക്ക് കിട്ടുന്നുള്ള ഒരു പ്രതീക്ഷയുമില്ല. എല്ലാവരും എന്നെ കൈയൊഴിഞ്ഞ് എല്ലാവർക്കും ഇപ്പം എന്നോട് അഭിനന്ദനമാണ്. നീ ഈ 47ാമത്തെ വയസ്സിൽ ഈ ജോലി വാങ്ങിയത് എങ്ങനെ? ഞാൻ പറഞ്ഞു, എൻ്റെ കൂടെ മാതാവുണ്ട്, കർത്താവായ ഈശോ വലതുഭാഗത്തും ഇടതുഭാഗത്തും എന്നും ഞാൻ പ്രാർത്ഥിച്ചിട്ട് കിട്ടിയ ഒരു അനുഗ്രഹമാണ്. ഈശോനും അമ്മ മാതാവിനും കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു. എനിക്കെന്ത് നേരിടാനുള്ള ധൈര്യം അമ്മ തരുമെന്നുള്ള ഉറച്ച വിശ്വാസമുണ്ട്. പ്രേക്ഷിത പ്രവർത്തനം മെഡിക്കൽ കോളേജിൽ എല്ലാ മാസവും ഞാൻ 10 പൊതിച്ചോറ് കൊടുക്കലുണ്ട്. പിന്നെ രോഗികൾ ഇപ്പോൾ അവിടെ ആയതുകൊണ്ട് രോഗികൾക്ക് വേണ്ട എല്ലാ കാരുണ്യ പ്രവൃത്തികളും ചെയ്യലുണ്ട്. പിന്നെ ഹോമിയോ കോളേജ്, കാരപ്പറമ്പ് ഹോമിയോ കോളേജിൽ എല്ലാവർക്കും പത്രം കൊടുത്ത് അവിടെ പ്രാർത്ഥിച്ച് അവരോട് പറയും, അമ്മ മാതാവിനെ ഈശോയെ അനുഗ്രഹിച്ചതുകൊണ്ട് എനിക്ക് ഈ കാര്യങ്ങളെല്ലാം സാധിച്ചു, അതുപോലെ നിങ്ങൾക്കും സാധിക്കട്ടെ എന്ന് പറഞ്ഞ് അവർക്ക് ഈ പത്രം പ്രാർത്ഥന ചൊല്ലി അവർക്ക് കൊടുക്കും. എല്ലാ കാരുണ്യ പ്രവൃത്തികളും എന്നെക്കൊണ്ട് കഴിയുന്നതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. 125 സങ്കീർത്തനം 1-2 തിരുവചനങ്ങൾ. കർത്താവിൽ ആശ്രയിക്കുന്നവർ അചഞ്ചലമായി എന്നേക്കും നിലകൊള്ളുന്ന സിയോൻ പർവ്വതം പോലെയാണ്. പർവ്വതങ്ങൾ ജെറുസലേമിനെ ചൂഴ്ന്നു നിൽക്കുന്നതുപോലെ കർത്താവ് ഇന്നും എന്നേക്കും തൻ്റെ ജനത്തെ വലയം ചെയ്യുന്നു. ദൈവമായ കർത്താവ് ഉടമ്പടിയെടുത്ത മക്കളുടെ കൂടെ സഞ്ചരിക്കുന്നതും വാഗ്ദാനങ്ങൾ നിറവേറ്റുന്നതുമായ ഒരുപാട് അത്ഭുതങ്ങളാണ് പ്രത്യക്ഷീകരണ സാക്ഷ്യമായി ഈ മക്കൾ ഇവിടെ വന്ന് ഏറ്റുപറയുന്നത്. റീന കെ എന്ന മകൾ ഇവിടെ വന്ന് തൻ്റെ മകനോടൊപ്പം വന്ന് ഒരു വലിയ പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് ഏറ്റുപറയുന്നത്. നമുക്കറിയാം, അസാധ്യമെന്ന് തോന്നുന്ന കാര്യങ്ങളാണ് നാം ഉടമ്പടി നിയോഗങ്ങളായി നാം ആദ്യമായി ഉടമ്പടി എടുക്കുമ്പോൾ ഓരോ പ്രാവശ്യവും പുതുക്കുമ്പോഴും
നമ്മുടെ കയ്യിലൊതുങ്ങാത്ത, നമുക്ക് ലോകത്തിന് സാധ്യമല്ലാത്ത, മനുഷ്യന് അസാധ്യമായ കാര്യങ്ങളാണ് നാം നിയോഗങ്ങളായി എഴുതുന്നത്. നാം ഉടമ്പടി കറക്റ്റായി ചെയ്യുന്നുണ്ടെങ്കിൽ, വിശ്വസ്തയോടും വിശ്വാസത്തോടും കൂടി നാം ഈശോയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, പരിശുദ്ധ അമ്മയ്ക്ക് നമുക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കുവാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. അങ്ങനെ പരിശുദ്ധ അമ്മ ഇവരുടെ ഉടമ്പടിയെ ഏറ്റെടുത്ത് മധ്യസ്ഥം അപേക്ഷിച്ചതിൻ്റെ ഫലമായി ആദ്യത്തെ പുതുക്കലിൽ തന്നെ മകന് ഒരു കോൺട്രാക്റ്റ് ബേസിലുള്ള ജോലി ULCയിൽ ലഭിച്ചു. ഒരു നല്ല സാലറിയോടുകൂടി അവൻ മിടുക്കനായി ഇന്ന് ജോലി ചെയ്യുകയാണ്. അതുപോലെ തന്നെ 4ാമത്തെ പുതുക്കലിൽ ഈ മകൾക്ക് അസാധ്യമെന്ന് കരുതിയ പരിശുദ്ധ അമ്മ ചോദിച്ചു, ഇതെങ്ങനെ സംഭവിക്കും, ഞാൻ എങ്ങനെ ദൈവപുത്രൻ്റെ അമ്മയാകുമെന്ന് ചോദിച്ചപ്പോൾ ഗബ്രിയേൽ മാലാഖ പറഞ്ഞ ഉത്തരം ഇതാണ്: നീ പരിശുദ്ധാത്മാവിനാൽ ഗർഭം ധരിക്കും എന്നാണ് പരിശുദ്ധ അമ്മയോട് ഗബ്രിയേൽ മാലാഖ പറഞ്ഞ ഉത്തരം. നമുക്ക് മനുഷ്യന് അസാധ്യമായ കാര്യങ്ങളാണ്, ദൈവത്തിനൊന്നും അസാധ്യമല്ലല്ലോ എന്ന് ഗബ്രിയേൽ മാലാഖ കൂട്ടിച്ചേർക്കുന്നു. മനുഷ്യനാൽ അസാധ്യമായതാണ് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുകയും ലഭിക്കുകയും ചെയ്യുന്നത്. ഇവിടെ റീനയ്ക്ക് ലഭിച്ചത് 47ാമത്തെ വയസ്സിൽ ഒരു ഗവൺമെൻറ് ജോലിയാണ്. ഞാൻ കളിയാക്കുകയായിരുന്നു, ഇനി വളരെ പെട്ടെന്ന് പെൻഷനായി സുഖമായ ഒരു ജീവിതം. റീന വളരെ പുഞ്ചിരിയോടെ, വളരെ സന്തോഷത്തോടെ, വളരെ ദൈവസ്നേഹത്തോടു കൂടിയാണ് ഇന്ന് ഈ സാക്ഷ്യം നമ്മുടെ മുമ്പിൽ ഏറ്റുപറയുന്നത്. ഈശോ പറയുന്നു, ഒരു ഗ്ലാസ് വെള്ളം നിങ്ങൾ എൻ്റെ പേരിൽ ആർക്കെങ്കിലും കൊടുത്താൽ ഈശോ നൽകുന്നത് സ്വർഗമാണ്. നമുക്ക് ലഭിക്കാനിരിക്കുന്നത് സ്വർഗമാണ്, അത് നിത്യതയാണ്. നാം ഉടമ്പടി എടുക്കുന്നത് നമ്മുടെ ചെറിയ ചെറിയ നിസാരങ്ങളായ നിയോഗ സാധ്യതകൾക്ക് വേണ്ടിയല്ല. നാം ഉടമ്പടി എടുക്കുന്നത് ഈശോയെ സ്വീകരിക്കാനും ഈശോയോട് കൂടെ എപ്പോഴും ആയിരിക്കാനും വേണ്ടിയാണ്. നാം 1ാം ക്ലാസ്സിലെ കാറ്റഗിസത്തിൽ പഠിക്കുന്നുണ്ടല്ലോ, ദൈവം നിന്നെ സൃഷ്ടിച്ചത് എന്തിനെ? ദൈവത്തെ സ്നേഹിക്കുവാനും അവിടുത്തോടൊപ്പം ആയിരിക്കുവാനുമാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചത് എന്ന് നാം 1ാം ക്ലാസ്സിൽ പഠിക്കുന്നതിൻ്റെ ഉത്തരം നാം ഇപ്പോഴും 1ാം അല്ലെങ്കിൽ തന്നെയും നാം ഓർത്തിരിക്കേണ്ട ഒരു വലിയ ഉടമ്പടി വാഗ്ദാനമാണത്. ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് ഉടമ്പടി നുകർന്ന് നാം നിത്യതയിലെത്തുവോളം ഈശോയോട് വിശ്വസ്തരായിരിക്കുവാൻ വേണ്ടി നമുക്ക് ഉടമ്പടി പാലിക്കാം. റീനയ്ക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് നല്ലൊരു കയ്യടിയോടെ ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.